ഋഷീസ് വ്യൂയിലേക്ക് സ്വാഗതം. പാചക ഔഷധ സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും ഇവ പ്രധാനമായും സസ്യ ഉത്ഭവമുള്ള ഭക്ഷണ അല്ലെന്നുണ്ടെങ്കിൽ പാനീയ അഡിറ്റീവുകളാണ്. രുചി കൂട്ടാനോ നിറം നൽകാനോ പോഷകപരമായ കുറഞ്ഞ അളവിൽ ഇതുപയോഗിക്കുന്നു. ഔഷധ സസ്യങ്ങൾ സസ്യങ്ങളുടെ ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതേസമയം സുഗന്ധദ്രവ്യങ്ങൾ സസ്യങ്ങളുടെ വിത്തുകൾ, പഴങ്ങൾ, വേരുകൾ, പുറംതൊലി എന്നിവയിൽ നിന്നാണ് വരുന്നത്. ചില സസ്യങ്ങൾ മല്ലി, ഉലുവ തുടങ്ങിയ ഔഷധ സസ്യങ്ങൾക്കും സുഗന്ധദ്രവ്യങ്ങൾക്കും കാരണമാകുന്നു. ഈ പട്ടികയിൽ ആഗ്ലോഫോർട്ടീസ് പോലുള്ള സാങ്കല്പിക സസ്യങ്ങളോ പുകയില പോലുള്ള വിനോദ മരുന്നുകളോ അടങ്ങിയിട്ടില്ല. പ്രധാനമായും ഹെർബൽ ടീക്കോ ഔഷധ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന സസ്യങ്ങളെയും ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഐഡൻ പഴം. ഘാനയിൽ പ്രീക്സി എന്നും നൈജീരിയയിൽ അരിഡൻ എന്നും അറിയപ്പെടുന്ന ഉയർന്ന സുഗന്ധമുള്ള പശ്ചിമാഫ്രിക്കൻ സുഗന്ധ വ്യഞ്ജനമാണ് ഐഡൻ പഴം. മധുരം, പുക, എരിവ് എന്നിവയാൽ സമ്പന്നമായ ഇത് പാചകം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ആത്മീയ ആചാരങ്ങൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. പരമ്പരാഗതമായി രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും മുതിർന്നവരിൽ ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നു. കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വിഷവിമുക്തമാക്കുന്ന ഒരു ഹെർബൽ ടീ ഉണ്ടാക്കാനും ചൂടുവെള്ളത്തിൽ കുതിർക്കുന്നു. അജ്വൈൻ. കാരം വിത്തുകൾ, തൈമോൾ വിത്തുകൾ അല്ലെങ്കിൽ ബിഷപ്സ് വീഡ് എന്നറിയപ്പെടുന്ന അജ്വൈൻ ദക്ഷിണേഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ കൊമ്പ് എന്നിവിടങ്ങളിലെ പാചക ഔഷധ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ശക്തവും രൂക്ഷഗന്ധമുള്ളതുമായ സുഗന്ധവ്യഞ്ജനമാണ്. സജീവ എൻസൈമുകളും തൈമോളും കൊണ്ട് നിറഞ്ഞ അജ്വൈൻ ആമാശയത്തിലെ ആസിഡുകളുടെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നു. കൂടാതെ വയറുവേദന, ദഹനക്കേട്, വായുവിനുള്ള ഒരു തൽക്ഷണ പ്രകൃതിദത്ത പരിഹാരമായി അറിയപ്പെടുന്നു. ശക്തമായതും കൈപ്പേറിയതുമായ രുചി കാരണം ഇത് വളരെ കുറച്ചു മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പയർവർഗ്ഗങ്ങൾ, റൂട്ട് പച്ചക്കറികൾ, വറുത്തമാവ് എന്നിവയുമായി ഇത് തികച്ചും യോജിക്കുന്നു. ശ്വസന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ചർമ്മ അണുബാധകൾ ശമിപ്പിക്കുന്നതിനും മുലയൂട്ടുന്ന അമ്മമാരിൽ മുലയൂട്ടൽ ഉത്തേജിപ്പിക്കുന്നതിനും ആയുർവേദത്തിലും പ്രാദേശിക നാടോടി വൈദ്യത്തിലും പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. അലക്സാണ്ടേഴ്സ്. മെഡിറ്ററേനിയൻ സ്വദേശിയായ അലക്സാണ്ടേഴ്സ് ഊർജ്ജസ്വലവും ചരിത്രപരമായ പ്രാധാന്യമുള്ളതുമായ ഒരു സസ്യവും ഭക്ഷ്യയോഗ്യവുമായ കാട്ടുചെടിയാണ്. പലപ്പോഴും മറന്നുപോയ പച്ചക്കറി എന്ന് വിളിക്കപ്പെടുന്ന ഇത് ആധുനിക സെലറി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിന് മുമ്പ് റോമക്കാരും മധ്യകാല സന്യാസിമാരും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ചെടിയുടെ ഓരോ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. ശക്തമായ സെലറി പോലുള്ളതും കുരുമുളകിൻ്റെ രുചിയുള്ളതുമാണ്. സാലഡുകൾ ചേർക്കാൻ വസന്തകാലത്ത് ഇളം ഇലകൾ വിളവെടുക്കുക. പഴയ ഇലകൾ പാകം ചെയ്ത് സൂപ്പുകളിലും സ്റ്റൂകളിലും ഒരു പെതർബായി ഉപയോഗിക്കുക. തണ്ടുകൾ സെലറി പോലെ തൊലി കളഞ്ഞ് തിളപ്പിക്കുകയോ വഴറ്റുകയോ ചെയ്യാം. അവ ക്യാൻഡി ചെയ്യുകയോ അച്ചാറിടുകയോ ചെയ്യാം. ചെടി പൂർണ്ണമായും പൂക്കുന്നതിന് മുമ്പ് മുകുളങ്ങൾ അച്ചാറിടുകയും കോപ്പറുകളോ മിനിയേച്ചർ കോളിഫ്ലവറുകളോ പകരം ഉപയോഗിക്കുകയും ചെയ്യാം. കറുത്ത നിറത്തിലുള്ള പഴുത്ത വിത്തുകൾ ഉണക്കി പൊടിച്ച് വീര്യമുള്ള കുരുമുളകിന് പകരമായി ഉപയോഗിക്കാം. ടാപ്പ് റൂട്ട് ഉരച്ച് തൊലി കളഞ്ഞ് വറക്കുകയോ പാർസ്നിപ്പുകൾ പോലെ തിളപ്പിക്കുകയോ ചെയ്യാം. ആൽക്കനറ്റ്. ആൽക്കനറ്റ് അഥവാ ഡയേഴ്സ് ആൽക്കനറ്റും എന്നറിയപ്പെടുന്നു. ഇത് പ്രധാനമായും ചുവപ്പ്, പർപ്പിൾ, നീല എന്നീ നിറങ്ങളിലുള്ള ഷെയ്ഡുകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രകൃതിദത്തമായ ചായമായി ഉപയോഗിക്കുന്ന ഒരു ചരിത്ര സസ്യവേരാണ്. സ്വാഭാവിക പർപ്പിൾ നിറങ്ങൾ ലഭിക്കാൻ സോപ്പ് നിർമ്മാതാക്കൾ ആൽക്കനറ്റ് റൂട്ട് പൊടി വ്യാപകമായി ഉപയോഗിക്കുന്നു. കോൾഡ് പ്രോസസ് സോപ്പിൻ്റെ സ്വാഭാവിക ക്ഷാരത്വം സാധാരണയായി പ്രാരംഭ ചുവന്ന സത്ത് മനോഹരമായ ലാവെൻഡർ അല്ലെങ്കിൽ ആഴത്തിലുള്ള വയലറ്റ് ആക്കി മാറ്റുന്നു. കാരിയർ ഓയിലുകൾ, വേര് ചേർക്കുന്നത്, ടിൻറ്റഡ് ലിപ് ബാമുകൾ, ലിപ് ഗ്ലോസുകൾ, കവിൾ കറകൾ എന്നിവയ്ക്കായി ഒരു സ്വാഭാവിക റൂബി റെഡ് ബേസ് സൃഷ്ടിക്കുന്നു. മരപ്പണിക്കാർ ആൽക്കനറ്റ് സത്ത് ലിൻഡീഡ് ഓയിലുമായി
ടർപ്പൻറ്റുമായോ കലർത്തി മരക്കഷ്ണം വർദ്ധിപ്പിക്കുന്ന സമ്പന്നമായ ചുവപ്പ് കലർന്ന മഹാഗണി സ്റ്റെയിൻ സൃഷ്ടിക്കുന്നു. കമ്പിളി, പട്ട് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾക്ക് നിറം നൽകാൻ ഇതിന് കഴിയും. തുണിയിൽ നിറം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നത് നാരുകൾ ആദ്യം ഒരു മോർഡൻറ്റ് ഉപയോഗിച്ച് ചികിത്സിക്കണം. അലിഗേറ്റർ കുരുമുളക് അല്ലെങ്കിൽ എംബോഗോ സുഗന്ധവ്യഞ്ജനം. അഫ്രാമോമം സസ്യങ്ങളുടെ വിത്തുകളിൽ നിന്നും കായ്കളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഉയർന്ന സുഗന്ധമുള്ള പശ്ചിമാഫ്രിക്കൻ സുഗന്ധവ്യഞ്ജനമാണ് അലിഗേറ്റർ കുരുമുളക്. ഇഞ്ചി കുടുംബത്തിൽപ്പെടുന്ന ഇത് സ്ട്രിസ്, ഏലം എന്നിവയുടെ സൂചനകളോടെ ഒരു രൂക്ഷഗന്ധമുള്ള കുരുമുളകിൻ്റെ രുചി നൽകുന്നു. കൂടാതെ പരമ്പരാഗതമായ സമ്പന്നമായ സൂപ്പുകൾ, സ്റ്റ്യൂകൾ, അരി എന്നിവ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. പുതുതായി പൊടിച്ചതോ വറുത്തതോ പൊടിച്ചതോ ആയ ഇത് ക്ലാസിക് പശ്ചിമാഫ്രിക്കൻ സൂപ്പുകളിലും സ്റ്റ്യൂകളിലും ഒരു പ്രധാന രുചിക്കൂട്ടാണ്. സാധാരണ കുരുമുളകിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ കസിൻ പറുദീസയിലെ ധാന്യങ്ങൾക്ക് സമാനമായ സങ്കീർണവും ചെറുതായി കൈപ്പേറിയതുമായ പുഷ്പരുചിയുള്ളതുമായ ഒരു പ്രൊഫൈൽ ഇത് നൽകുന്നു. വിത്തുകൾ പലപ്പോഴും പോഡിൽ നിന്ന് വേർതിരിച്ചെടുത്ത് പാചകത്തിൽ ചേർക്കുന്നതിനു മുമ്പേ ഒരു പരമ്പരാഗത മോർട്ടറും പെസ്റ്റലും ഉപയോഗിച്ച് പൊടിക്കുന്നു. ഓൾസ്പൈസ് കരീബിയൻ, മധ്യ അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വൃക്ഷമാണ് ഓൾസ്പൈസ്. വലിയ കുരുമുളകിനോട് സാമ്യമുള്ള ഇതിൻ്റെ ഉണങ്ങിയ പഴുക്കാത്ത സരഫലങ്ങൾ കറുവപ്പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, കുരുമുളക് എന്നിവയുടെ മിശ്രിതത്തിൻ്റെ രുചിക്ക് പേരുകേട്ട ഒരു ഉയർന്ന സുഗന്ധ വ്യഞ്ജനമാണ്. കരീബിയൻ ജെർക്ക് സീസൺ, മിഡിൽ ഈസ്റ്റേൺ മാംസവിഭവങ്ങൾ, യൂറോപ്യൻ ബേക്കിംഗ്, വടക്കേ അമേരിക്കൻ അവധിക്കാല മധുര പലഹാരങ്ങൾ എന്നിവയുടെ ഒരു പ്രധാന ഘടകമാണിത്. ഓൾസ്പൈസിൽ ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഫാർമക്കോളജിക്കൽ ഫൈറ്റോകെമിക്കൽ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഗ്ലൈക്കോസൈഡുകൾ, ടാനിനുകൾ, യൂജനോൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ പ്രകൃതി സംരക്ഷണത്തിനായുള്ള ഭക്ഷ്യ സാങ്കേതിക വിദ്യയിലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും സത്ത് സജീവമായി പഠിപ്പിക്കുന്നു. ആഞ്ചലിക്ക കാരറ്റ് കുടുംബത്തിലെ ഉയരമുള്ളതും സുഗന്ധമുള്ളതുമായ ഔഷധ സസ്യങ്ങളുടെ ഒരു ജനുസ്സാണ് ആഞ്ചലിക്ക. ഉയർന്ന മൂല്യമുള്ള പാചക ഔഷധ ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വടക്കൻ യൂറോപ്യൻ നാടോടി വൈദ്യത്തിലും മധുര പലഹാരങ്ങളിലും പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ജനുസ് പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു മൂലക്കല്ലാണ്. വ്യത്യസ്തമായ ചെറുതായി ലൈക്കോറൈസ് പോലുള്ള രുചിയുള്ള ഉയർന്ന സുഗന്ധമുള്ളതാണ് ഇത്. കേക്ക്, അലങ്കാരങ്ങൾക്കായി തണ്ടുകൾ പലപ്പോഴും മിഠായിയായി ഉപയോഗിക്കുന്നു. ദഹനത്തെ സഹായിക്കുന്നത് ആഞ്ചലിക്ക റൂട്ട്. ചായ ഉണ്ടാക്കാൻ വേരുകൾ ഉപയോഗിക്കുന്നു. ചാർട്രൂസ് പോലുള്ള മദ്യത്തിന് രുചി നൽകാൻ വാറ്റിയെടുത്ത എണ്ണകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. അനീസ് മധുരവും സുഗന്ധവുമുള്ള ഒരു രുചിയാണ് അനീസ്. അതിൻ്റെ സവിശേഷമായ രുചിയാൽ ഇത് വ്യത്യസ്തമാണ്. വിത്തുകൾ മുഴുവനായോ പൊടിച്ചോ ചായയും ടിസാനും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കറുത്ത ജെല്ലി ബീൻസ്, ബ്രിട്ടീഷ് അനീസീഡ് ബോളുകൾ, അനീസീഡ് ട്വിസ്റ്റുകൾ, ട്രോച്ച് ഡ്രോപ്പുകൾ, ഓസ്ട്രേലിയൻ ഹാംബർഗുകൾ, ന്യൂസിലൻഡ് അനീസീഡുകൾ, ഇറ്റാലിയൻ പിസൽ, ബിസ്കോട്ടി, ജർമ്മൻ പിഫർനൂസ്, സ്പ്രിംഗർലെ, ഓസ്ട്രിയൻ അനീസ് ബർഗർ, ഡച്ച് മിയൂസ്ജസ്, ന്യൂ മെക്സിക്കൻ ബിസ്കോച്ചറ്റ്സ് എന്നിവയിൽ നിരവധി പ്രാദേശിക വംശീയ മിഠായികൾ തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നു. അനീസിൻ്റെ പാചക ഉപയോഗങ്ങൾ മധുര പലഹാരങ്ങളും മിഠായികളിലും മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം ഇത് മെക്സിക്കൻ അറ്റോൾ ഡി അനീസിലും ചാമ്പുരോഡൈൽസിലും ഒരു പ്രധാന ചേരുവയാണ്. ഇത് ചൂടുള്ള ചോക്ലേറ്റിന് സമാനമാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇത് ഒരു പ്രത്യേക ഇനമായി കണക്കാക്കപ്പെടുന്നു. ഇറ്റാലിയൻ പ്രദേശമായ അബുലയയിൽ ഉപ്പുവെള്ളത്തിലും ഇറ്റാലിയൻ സോസേജ്, പെപ്പറോണി, മറ്റ് ഇറ്റാലിയൻ സംസ്കരിച്ച മാംസ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ സുഗന്ധദ്രവ്യമായും ഉപയോഗിക്കുന്ന ഒരു ദഹന ഘടകമാണിത്. പുതിയതായി അരിഞ്ഞ ഇലകൾ, ചീസ് സ്പ്രൈഡുകൾ, ഡിപ്പുകൾ അല്ലെങ്കിൽ സലാഡുകൾ
എന്നിവയിൽ ചേർക്കുന്നു. അതേസമയം വേരുകളും തണ്ടുകളും സൂപ്പുകൾ, സ്റ്റൂകൾ, നേരിയ ലൈക്രൈസ് രുചി നൽകുന്നു. നോട്ട്: അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുള്ള അച്ചിയോട്ട് മരത്തിൻ്റെ വിത്തുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രകൃതിദത്ത ഓറഞ്ച് ചുവപ്പ് മസാലയും ഭക്ഷണ നിറവുമാണ് അന്നാട്ടോ. ഭക്ഷണങ്ങൾക്ക് തിളക്കമുള്ള മഞ്ഞ മുതൽ ഓറഞ്ച് വരെ നിറം നൽകാനും നേരിയ മധുരം, കുരുമുളകിൻ്റെ മണ്ണിൻ്റെ രുചി എന്നിവ നൽകാനും ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നു. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡന്റുകളാണ് കരോട്ടിനോയിഡുകൾ. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും നിർദ്ദിഷ്ട രോഗങ്ങൾ ചികിത്സിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ്. ആർട്ടെമിസിയ ഡെയ്സി കുടുംബത്തിൽപ്പെടുന്ന സുഗന്ധമുള്ള ഔഷധ സസ്യങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഒരു ബൃഹത്തായ വൈവിധ്യമാർന്ന ജനുസാണ് ആർട്ടെമിസിയ. ആഗോളതലത്തിൽ ഏകദേശം 500 ഇനങ്ങളുണ്ട്. വോംവുഡ്, മഗ്വോർട്ട്, ടാരഗൺ, സേജ് ബ്രഷ് തുടങ്ങിയ അറിയപ്പെടുന്ന സസ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇതിൻ്റെ ശ്രദ്ധേയമായ വെള്ളി ചാരനിറത്തിലുള്ള ഇലകൾ, ആവശ്യ എണ്ണകൾ, ശക്തമായ ഔഷധ ഗുണങ്ങൾ എന്നിവയ്ക്കും ഇത് വളരെയധികം വിലമതിക്കപ്പെടുന്നു. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് മലേറിയ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സുപ്രധാനവും ലോകപ്രശസ്തവുമായ മരുന്നായ ആർട്ടിമെസിനിൻ്റെ ഉറവിടമാണ് മധുരമുള്ള വോംവുഡ്. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിലും മോക്സിബസ്ഷനിലും വിവിധ ഇനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. ടാരഗൺ ഒരു അവശ്യ പാചക സസ്യവും ഫ്രഞ്ച് സോസുകളിലെ ഒരു മൂലക്കല്ലുമാണ്. അതേസമയം മഗ്വോൾട്ട് പോലുള്ള മറ്റ് ഇനങ്ങൾ പരമ്പരാഗത ഏലസും ഹെർബൽ വിഭവങ്ങളും രുചിക്കാൻ ഉപയോഗിക്കുന്നു. അസഫോട്ടിഡ സെലറി കുടുംബത്തിലെ ഭീമൻ പെരുംജീരകം സസ്യങ്ങളായ ഫെറുലയുടെ നിരവധി ഇനം ടാപ്പ് റൂട്ടിൽ നിന്ന് സ്രവിക്കുന്ന ഉണങ്ങിയ റെസിൻ ആണ് അസഫോട്ടിഡ. ഇന്ത്യൻ, മിഡിൽ ഈസ്റ്റേൺ പാചകത്തിൽ അതിൻ്റെ രൂക്ഷഗന്ധവും മണ്ണിൻ്റെ സുഗന്ധവും സമ്പന്നമായ ഉമാമി രുചിയും ഇതിന് വളരെ പ്രിയങ്കരമാണ്. യഥാർത്ഥ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇല്ലാതെ ഇത് ശക്തമായ രുചി ചേർക്കുന്നതിനാൽ സസ്യാഹാരം, ജൈന, കർശനമായ ബുദ്ധമത ഭക്ഷണക്രമങ്ങളിൽ ഇതൊരു പ്രധാന ചേരുവയാണ്. പയർ, പരിപ്പ് കറികൾ, പച്ചക്കറി വിഭവങ്ങൾ എന്നിവയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഇത് എല്ലായ്പ്പോഴും ചൂടുള്ള പാചകക്കൊഴുപ്പിൽ കുറച്ച് നിമിഷങ്ങൾ പൂത്തിവെക്കും. ആവൻസ് റോസ് കുടുംബത്തിലെ വറ്റാത്ത വനപ്രദേശ സസ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ആവൻസ്. ഗ്രാമ്പൂ രുചിയുള്ള വേരുകൾക്ക് വ്യാപകമായി അറിയപ്പെടുന്നു. ഏറ്റവും പ്രശസ്തമായ ഇനമായ വുഡ് ആവൻസ് ദഹന പ്രശ്നങ്ങൾക്കുള്ള ഒരു ആസ്ട്രിജൻ്റ് ആയും പാചകത്തിൽ പ്രകൃതിദത്ത സുഗന്ധവ്യഞ്ജനമായും നാടോടി വൈദ്യത്തിൽ ചരിത്രപരമായി ഉപയോഗിച്ചു വരുന്നു. പരമ്പരാഗതമായ ഹെർബ് ബെന്നറ്റ് എന്നറിയപ്പെടുന്ന ഈ സസ്യം ഒരു ആസ്ട്രിജൻ്റ് നേരിയ വിരുദ്ധ ബാഹ്യവൈഷ്കാരമായി പ്രവർത്തിക്കുന്നു. നേരിയ വയറിളക്കം ചികിത്സിക്കുന്നതിനും ദഹനക്കേട് ലഘൂകരിക്കുന്നതിനും തൊണ്ടവേദന അല്ലെങ്കിൽ മൃദുവായ മോണ പോലുള്ള വാക്കാലുള്ള പ്രശ്നങ്ങൾ ശമിപ്പിക്കുന്നതിനും ഇത് ചരിത്രപരമായി ഉപയോഗിക്കുന്നു. വുഡ് ആവൻസിൻ്റെ വേരിൽ ഗ്രാമ്പുവിൽ കാണപ്പെടുന്ന അതേ സുഗന്ധദ്രവ്യ സംയുക്ത യൂജനോൾ അടങ്ങിയിരിക്കുന്നു. ഇത് കഴുകി ഉണക്കി പൊടിച്ച് ചായ, ബേക്ക് ചെയ്ത സാധനങ്ങൾ, സ്റ്റൂകൾ എന്നിവ രുചിക്കാൻ ഉപയോഗിക്കാം. അവക്കാഡോ ഇലകൾ അവക്കാഡോ മരത്തിൻ്റെ സുഗന്ധമുള്ള ഇലകളാണിത്. അവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ കാലമായി ഇവ ഉപയോഗിക്കുന്നു. അടുക്കളയിൽ, സ്റ്റൂകളിൽ, മാംസം, ടാമലുകൾ എന്നിവയിൽ ചൂടുള്ള സോപ്പ്, ഓർഗാനോ പോലുള്ള രുചി ചേർക്കുന്നു. ചൂടുവെള്ളത്തിൽ പുതിയതോ ഉണങ്ങിയതോ ആയ ഇലകൾ കുതിർക്കുന്നത് മണ്ണിൻ്റെ രുചിയുള്ള ഒരു ഹെർബൽ ടീ നൽകുന്നു. ഇത് പരമ്പരാഗതമായി ശരീരത്തെ വിശ്രമിക്കാനും ദഹനത്തെ സഹായിക്കാനും ശ്വസന ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും ഉപയോഗിക്കുന്നു. പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇലകളിൽ നിന്നുള്ള സത്ത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും
ദ്രാവക അളവ് സന്തുലിതമാക്കാനും സഹായിച്ചേക്കാം എന്നാണ്. ആൻറ്റി മൈക്രോബയൽ വിറ്റാമിൻ സമ്പുഷ്ടമായ പ്രൊഫൈൽ കാരണം അവക്കാഡോ ഇല സത്ത് ചിലപ്പോൾ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും താരൻ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നു. ബാർബെറി. മൂർച്ചയുള്ള മുള്ളുള്ള ശാഖകൾ, മഞ്ഞമരം, വർണ്ണാഭമായ ഇലകൾ, എരിവുള്ള ഭക്ഷ്യയോഗ്യമായ ചുവന്ന സരസഫലങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഇലപൊഴിയും നിത്യഹരിത കുറ്റിച്ചെടികളുടെ ഒരു വലിയ ജനുസിൽപ്പെട്ടതാണ് ബാർബെറി. പാചകകലകൾ, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയിൽ ഇത് വളരെ വിലമതിക്കുന്നു. അരി പിലാഫുകൾ, കസ്കസ്, സ്റ്റ്യൂകൾ, സലാഡുകൾ എന്നിവയിൽ തിളക്കമുള്ള നിറവും അസിഡിറ്റിയും ചേർക്കാൻ മിഡിൽ ഈസ്റ്റേൺ പാചകത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. അവയിൽ സ്വാഭാവികമായും പെക്റ്റിൻ കൂടുതലായതിനാൽ അവ പലപ്പോഴും ജാം, ജെല്ലി, സിറപ്പ് എന്നിവയിൽ തിളപ്പിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതിനും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഹൃദയരോഗത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ബാർബറിൻ അതിൻ്റെ കഴിവിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടക്കുന്നു. ചരിത്രപരമായി ദഹനനാളത്തിൻ്റെ അസ്വസ്ഥത, ബാക്ടീരിയ അണുബാധ, വീക്കം എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ബേസിൽ. ലാമിയോസി എന്ന പുതിന കുടുംബത്തിൽപ്പെട്ട വളരെ വൈവിധ്യമാർന്നതും സുഗന്ധമുള്ളതുമായ ഒരു സസ്യമാണ് ബേസിൽ. സഹസ്രാബ്ദങ്ങളായി ലോകമെമ്പാടും കൃഷി ചെയ്യുന്ന ഇത് പാചക വിഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യ എണ്ണകൾ വേർതിരിച്ചെടുക്കുന്നതിനും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പ്രകൃതിദത്ത പ്രതിവിധിയായി ഉപയോഗിക്കുന്നതിലും ലോകമെമ്പാടും ഉപയോഗിക്കുന്ന 60-ലധികം ഇനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ലിനാലൂൾ, യൂജിനോൾ, മിത്തൈൽ, ചാവിക്കോൾ തുടങ്ങിയ ആവശ്യ എണ്ണകൾ സമ്പന്നമായ ബേസിൽ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നു. ദഹനത്തെ സഹായിക്കുന്നതിനും ചെറിയ തലവേദനകൾ ചികിത്സിക്കുന്നതിനും പ്രകൃതിദത്ത പേശി വിശ്രമദായകമായി പ്രവർത്തിക്കുന്നതിനും ഹെർബലിസ്റ്റുകൾ തുളസി ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തത്തിലുള്ള ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന സുപ്രധാന വിറ്റാമിനുകൾ, ബയോ ആക്റ്റീവ് ഫൈറ്റോ കെമിക്കലുകളും ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ബേ ലീഫ്. പാചകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സുഗന്ധമുള്ളതും രുചികരവുമായ ഒരു സസ്യമാണ് ബേ ഇല. ഇത് വിവിധ നിത്യഹരിത മരങ്ങളിൽ നിന്നാണ് വരുന്നത്. സൂപ്പ്, സ്റ്റ്യൂ, കറികൾ തുടങ്ങിയ സാവധാനത്തിൽ പാകം ചെയ്യുന്ന വിഭവങ്ങൾക്ക് സൂക്ഷ്മമായ സുഗന്ധവും രുചിയും നൽകാൻ ഇത് ഉപയോഗിക്കുന്നു. അവ കടുപ്പമുള്ളതും തുകൽ പോലെയുള്ളതുമായ തുടരുന്നതിനാൽ അവ സാധാരണയായി പാത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും കഴിക്കുന്നതിന് മുമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ബ്രൈസുകൾ, റോസുകൾ, പാസ്ത സോസുകൾ, ബിരിയാണി, കസ്റ്റാർഡുകൾക്ക് പാൽ ഒഴിക്കൽ എന്നിവയ്ക്ക് അത്യാവശ്യമാണ്. ബോൾഡോ. ചിലിയുടെ മധ്യമേഖലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് ബോൾഡോ. മോണിമിയോസി കുടുംബത്തിൽപ്പെടുന്ന ഇത് ദക്ഷിണ അമേരിക്കൻ നാടോടി വൈദ്യത്തിൽ, പ്രത്യേകിച്ച് തദ്ദേശീയരായ മാപ്പുച്ചെ ജനത, അതിൻ്റെ സുഗന്ധമുള്ള ഇലകൾക്കും ചികിത്സാ പ്രയോഗങ്ങൾക്കും ഇത് വളരെയധികം ആഘോഷിക്കപ്പെടുന്നു. ബോൾഡോ പ്രധാനമായും ദഹനനാളത്തിൻ്റെ അസ്വസ്ഥത, വയറുവേദന, നെഞ്ചരിച്ചിൽ, വയറിൻ്റെ ഗുണങ്ങൾ, വായുവിൻ്റെ ഗുണങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നു. ഗ്യാസ്ട്രിക് സ്രവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനത്തെ സുഗമമാക്കുന്നു. യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി പോലുള്ള ആധികാരികളുടെ മോണോഗ്രാഫുകൾ അനുസരിച്ച് ബോൾഡോ കോളററ്റിക് കോളറോഗോക്ക് പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് കരളിനെ പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ ഉത്തേജിപ്പിക്കുകയും പിത്താശയം ശൂന്യമാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൊഴുപ്പുകളുടെ തകർച്ചയിൽ സജീവമായി സഹായിക്കുന്നു. ഫ്ലേവനോയിഡുകൾ, ടാനിനുകൾ തുടങ്ങിയ സംരക്ഷിത ആൻറ്റി ഓക്സിഡൻറ്റുകളോടൊപ്പം എപ്പോർഫിൻ തരം ആൽക്കലിയോയിഡുകളും, പ്രത്യേകിച്ച് ബോൾഡിനും, ഈ സസ്യത്തിൻ്റെ ചികിത്സാ പ്രൊഫൈലിനെ സഹായിക്കുന്നു. ബോറേജ്. നക്ഷത്രാകൃതിയുള്ള തിളക്കമുള്ള നീല പൂക്കൾക്കും വ്യത്യസ്തമായ വെള്ളരിക്ക പോലുള്ള രുചിക്കും പേരുകേട്ട മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്നുള്ള ഒരു കാഠിന്യമുള്ള വാർഷിക സസ്യമാണ് ബോറേജ്. നക്ഷത്രപുഷ്പം, തേനീച്ചക്കൂട് അല്ലെങ്കിൽ തേനീച്ച ബ്രെഡ് എന്നും വ്യാപകമായി അറിയപ്പെടുന്ന ഇത് കൂട്ടുകൃഷി, പാചക വിഭവങ്ങൾ, പരമ്പരാഗത ഔഷധ സസ്യരീതികൾ എന്നിവയിൽ വളരെയധികം ഉപയോഗിക്കുന്നു.
ബൊറേജ് ഒരു പവർ ഹൗസ് കൂട്ടുകൃഷി സസ്യമാണ്. കീടങ്ങളെ അകറ്റാനും മണ്ണിൽ പോഷകങ്ങൾ ചേർക്കാനും പരാഗണ വിളവ് പരമാവധിയാക്കാനും ഇത് പലപ്പോഴും സ്ട്രോബെറി, തക്കാളി എന്നിവയുമായി ഇടകലർത്തി നടാറുണ്ട്. ബോറേജ് വിത്ത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനായി സസ്യവിത്തുകൾ വാണിജ്യവൽക്കരിക്കുന്നു. ഇത് ഗാമ ലിനോലെനിക് ആസിഡ് കൊണ്ട് സമ്പന്നമാണ്. ഇത് അതിൻ്റെ വീക്കം തടയുന്ന ഗുണങ്ങൾക്ക് വിലമതിക്കുന്ന ഒരു സുപ്രധാന ഫാറ്റി ആസിഡാണ്. ഇതിൻ്റെ പൂക്കൾ സമൃദ്ധമായി അമൃത് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് തേനീച്ചകളെയും ബംബിൾ ബീകളെയും ചിത്രശലഭങ്ങളെയും നിങ്ങളുടെ മുറ്റത്തേക്ക് ആകർഷിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ സസ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. കാലിഫോർണിയ ബേ ലോറൽ കാലിഫോർണിയയിലെയും തെക്കുപടിഞ്ഞാറൻ ഒറിഗോണിലെയും തീരദേശ വനങ്ങൾ, താഴ്വാരകൾ, പർവ്വതനിരകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു സുഗന്ധമുള്ള നിത്യഹരിത വൃക്ഷമോ വലിയ കുറ്റിച്ചെടിയോ ആണ് കാലിഫോർണിയ ബേ ലോറൽ. ഇത് അതിൻ്റെ ജനുസിലെ ഏക ഇനമാണ്. ലോറൽ കുടുംബത്തിൽ പെടുന്നു. ഇത് അവക്കാഡോകളുടെയും കറുവപ്പട്ടകളുടെയും ബന്ധുവായി മാറുന്നു. പലപ്പോഴും ഒറിഗോൺ മാർട്ടിൽ, പെപ്പർവുഡ്, സ്പൈസ് ട്രീ എന്നിവയുൾപ്പെടെ വിവിധ പൊതുവായ പേരുകളിൽ ഇത് പരാമർശിക്കപ്പെടുന്നു. ചതച്ച ഇലകളുടെ അവിശ്വസനീയമാം വിധം രൂക്ഷവും കുരുമുളകിൻ്റെ സുഗന്ധത്തിനും ഇത് പ്രശസ്തമാണ്. മെഡിറ്ററേനിയൻ ബേ ഇലകൾക്ക് പകരമായി ഇവ ഉപയോഗിക്കാമെങ്കിലും കാലിഫോർണിയ ബേ ഇലകൾ കൂടുതൽ വീര്യമുള്ളവയാണ്. സൂപ്പുകളിലും സ്റ്റ്യൂകളിലും ആവശ്യമുള്ളതിൻ്റെ 1/4 മുതൽ പകുതി വരെ മാത്രമേ ഉപയോഗിക്കാൻ പാചകക്കാർ ശുപാർശ ചെയ്യുന്നുള്ളൂ. അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസിക്കൽ കടുത്ത തലവേദനയ്ക്ക് കാരണമാകും. ഇത് തലവേദന മരം എന്ന് വിളിപ്പേര് നേടിക്കൊടുക്കുന്നു. കാലിഫോർണിയയിലുള്ള തദ്ദേശീയ ജനത ചരിത്രപരമായി മുഴുവൻ ചെടിയും ഉപയോഗിച്ചു. പച്ചവിത്തിന് കയ്പുണ്ടാകുമെങ്കിലും ഉള്ളിലെ കുരു വറുത്തെടുക്കുന്നതിന് അവയെ കലോറി കൂടുതലുള്ള ഒരു വിഭവമാക്കി മാറ്റുന്നു. ഡാർക്ക് ചോക്ലേറ്റ്, കാപ്പി, വറുത്ത നട്ട്സ് എന്നിവയുടെ മിശ്രിതത്തിന് സമാനമായ രുചിയുള്ള ഒരു രുചിക്കൂട്ടാണിത്. പരമ്പരാഗതമായി കഫം നീക്കം ചെയ്യാനും വയറുവേദന ശമിപ്പിക്കാനും വാദം ശമിപ്പിക്കാനും തദ്ദേശീയ അമേരിക്കക്കാർ ഇലക്കഷായം അല്ലെങ്കിൽ പൊടിച്ചെടുക്കൽ വസ്തുതകൾ തയ്യാറാക്കിയിരുന്നു. ചെള്ളുകളെയും പ്രാണികളെയും വിജയകരമായി തുരത്താൻ ചതച്ച പുതിയ കൊമ്പുകൾ താമസ സ്ഥലങ്ങളിൽ വിതറി. കലാബാഷ് ജാതിക്ക പശ്ചിമാഫ്രിക്കയിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ വൃക്ഷമാണ്. ഇതിൻ്റെ വിത്തുകൾ സുഗന്ധദ്രവ്യമായി വ്യാപകമായി ഉപയോഗിക്കുന്നു. എഹൂരു, അരിവോ അല്ലെങ്കിൽ ആഫ്രിക്കൻ ജാതിക്ക എന്ന് സാധാരണയായി വിളിക്കപ്പെടുന്ന ഈ സുഗന്ധവ്യഞ്ജനം സാധാരണ ജാതിക്കയുടെ ഊഷ്മളവും മരപ്പച്ചയും പോലുള്ള സുഗന്ധത്തെ അനുകരിക്കുന്നു. പക്ഷേ കൂടുതൽ മൂർച്ചയുള്ളതും കൂടുതൽ സങ്കീർണവും ചെറുതായ കുരുമുളകിൻ്റെ കലർന്നതുമായ ഒരു രുചി വഹിക്കുന്നു. പരമ്പരാഗത ജാതിക്കയുടെയും ഗ്രാമ്പുവിൻ്റെയും ഒരു സങ്കര മിശ്രിതം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ചൂടുള്ള നട്ട്, എരിവ് എന്നിവയുള്ള ഒരു രുചിയാണ് ഇതിൻ്റെ സവിശേഷത. സൂക്ഷ്മമായ കുരുമുളകിൻ്റെ ഒരു കിക്ക് ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നു. വിത്തുകൾ ചരിത്രപരമായി കട്ടിയുള്ളതും മരപ്പച്ചയുമായ ഒരു പുറന്തോടിൽ പൊതിഞ്ഞിരിക്കുന്നു. അവയുടെ വീര്യം കൂടിയ എണ്ണകൾ പുറത്തുവിടാൻ പാചകക്കാർ സാധാരണയായി മുഴുവൻ വിത്തുകളും തുറന്ന തീജ്വാലയിലോ ഉണങ്ങിയ ചട്ടിയിലോ വറുത്തെടുക്കുകയോ ചുട്ടെടുക്കുകയോ ചെയ്യുന്നു. തുടർന്ന് അവ പൊട്ടിച്ച് തോട് നീക്കം ചെയ്ത് അകത്ത് വിത്ത് നേർത്ത പൊടിയായി പൊടിക്കുന്നു. കേപ്പർ ബുഷ് മെഡിറ്ററേനിയൻ പ്രദേശത്തും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു വറ്റാത്ത കുറ്റിച്ചെടിയായ കാപ്പരീസ് സ്പിനോസയുടെ ചെറുതും പഴുക്കാത്തതുമായ പച്ച പൂമൊട്ടുകളാണ് കേപ്പറുകൾ. പുതിയതായിരിക്കുമ്പോൾ അവ വളരെ കയ്പുള്ളതായതിനാൽ അവയെ വെയിലത്ത് ഉണക്കി വിനാഗിരി ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുകയോ നാടൻ കടൽ ഉപ്പുവെള്ളത്തിൽ ഉണക്കുകയോ ചെയ്യുന്നു. ഈ പ്രക്രിയ അവയെ ആഗോള പാചക രീതിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന എരിവുള്ളതും ഉപ്പിട്ടതും രുചികരവുമായ ഫ്ലേവർ ബോംബുകളായി മാറ്റുന്നു. ഒരു പാചകക്കുറിപ്പിൽ കേപ്പറുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നന്നായി അരിഞ്ഞ പച്ച ഒലീവുകളോ അരിഞ്ഞ ചതക്കുപ്പ് അച്ചാറുകളോ സമാനമായ ഉപ്പുവെള്ളവും അസിഡിറ്റിയും നൽകുന്നു. കാരവേ മെറിഡിനൻ ഫെനൽ എന്നും അറിയപ്പെടുന്ന കാരവേ പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ്, വടക്ക് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അപ്പിയോസി കുടുംബത്തിലെ ഒരു ദ്വിവത്സര സസ്യമാണ്.
കറുത്ത കാരവെ ജീരകം എന്നും അറിയപ്പെടുന്ന കാരം കാർവിയുടെ സുഗന്ധമുള്ള ഉണങ്ങിയ വിത്തുകൾ പാചക ആവശ്യങ്ങൾക്കും മധുര പലഹാരങ്ങൾ, ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്കുകൾ, മിഠായികൾ, ചീസ്, കറികൾ, മാംസ ഉൽപ്പന്നങ്ങൾ, സോസേജുകൾ എന്നിവയ്ക്കും സുഗന്ധവ്യഞ്ജനമായി വ്യാപകമായി ഉപയോഗിക്കുന്നു. ഏലം, ചിലപ്പോൾ കാർഡമൺ അല്ലെങ്കിൽ കാർഡമം, സിഞ്ചിബെറോസി കുടുംബത്തിലെ എലറ്റാരിയ അമോമം എന്നീ ജനുസുകളിലെ നിരവധി സസ്യങ്ങളുടെ വിത്തുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണിത്. 2 ജനുസുകളും ഇന്ത്യൻ ഭൂഖണ്ഡത്തിലും ഇന്തോനേഷ്യയിൽ ഉള്ളവയാണ്. അവയുടെ ചെറിയ വിത്ത് കായ്കൾ കൊണ്ടാണ് അവയെ തിരിച്ചറിയുന്നത്. ക്രോസ് സെക്ഷനൽ ത്രികോണാകൃതിയിലുള്ള കതിർ ആകൃതിയിലുള്ളതും നേർത്ത കടലാസ് പോലുള്ള പുറന്തോടും ചെറിയ കറുത്ത വിത്തുകളുമാണിത്. എലറ്റേരിയ കായ്കൾ ഇളം പച്ചയും ചെറുതുമാണ്. അതേസമയം അമോമം കായ്കൾ കടും തവിട്ട് നിറവും വലുതുമാണ്. ഏലത്തിൻ്റെ 2 രൂപങ്ങളും ഭക്ഷണപാനീയങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളായും പാചക സുഗന്ധവ്യഞ്ജനങ്ങളായും ഉപയോഗിക്കുന്നു. ഏലം ഒരു സുഗന്ധവ്യഞ്ജനമായും ചവയ്ക്കുന്ന ഒരു മരുന്നായും പുകയ്ക്കുന്ന ഒരു മരുന്നായും ഉപയോഗിക്കുന്നു. സെലറി കാരറ്റ് കുടുംബത്തിൽപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിവേരുകൾ, പച്ച ഇലകൾ, ഇലഞ്ഞെട്ടുകൾ, വിത്തുകൾ എന്നിവയ്ക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വളർത്തുന്നു. ഉണങ്ങിയ വിത്തുകൾ സുഗന്ധവ്യഞ്ജനമായും ഔഷധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഭക്ഷ്യത്തിനായിട്ടാണ് ഇത് മെയിനായി ഉപയോഗിക്കുന്നത്. ചെർവിൽ, അന്ത്രിസ്കസ്, ചിലപ്പോൾ ഫ്രഞ്ച് പാഴ്സലി അല്ലെങ്കിൽ ഗാർഡൻ ചെർവിൽ എന്നും വിളിക്കപ്പെടുന്നു. ഇത് പാഴ്സലിയുമായി ബന്ധപ്പെട്ട ഒരു അതിലോലമായ വാർഷിക ഔഷധമാണ്. റെസിനസ് പദാർത്ഥമായ മൈറിനോട് സമാനമായ സുഗന്ധമുള്ള ബാഷ്പശീല എണ്ണ കാരണം ഇതിനെ മുമ്പ് മൈറിസ് എന്നും വിളിച്ചിരുന്നു. നേരിയ രുചിയുള്ള വിഭവങ്ങൾക്ക് രുചി നൽകാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. കൂടാതെ ഫ്രഞ്ച് ഹെർബ് മിശ്രിതമായ ഫൈൻസ് ഹെർബ്സിൻ്റെ ഒരു ഘടകവുമാണ്. ചിക്കറി ഉയർന്ന വിളവ് നൽകുന്ന 2 വർഷത്തെ സസ്യമാണ്. ഇത് അസ്റ്ററേസി കുടുംബത്തിൽപ്പെടുന്നു. ലോകത്തിലെ മിതശീതോഷ്ണ പ്രദേശങ്ങളിൽ എല്ലായിടത്തും വളരുന്നു. ഇൻസുലിൻ ഉൾപ്പെടെ നിരവധി ഔഷധ പോഷക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ ഉള്ളതിനാൽ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധശാസ്ത്രപരമായി ഉപയോഗപ്രദമാണ്. മുളക്, ക്യാപ്സിക്കം കുരുമുളകിൻ്റെ ഫലങ്ങളാണ്. അവയുടെ എരിവുള്ള രുചിക്ക് പേരുകേട്ടതാണ്. ഇവ വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയിൽ സമ്പന്നമാണ്. ഇവ പ്രധാനമായും പുതിയതോ ഉണങ്ങിയതോ ആയ സുഗന്ധവ്യഞ്ജനമാണ് ഉപയോഗിക്കുന്നത്. ഇവ പാകം ചെയ്യുകയോ ഉണക്കി പൊടിക്കുകയോ ചെയ്യാം. പൊടിച്ച ചുവന്ന മുളക് പപ്രിക്ക എന്നറിയപ്പെടുന്നു. മുളകിലെ പ്രധാന ജൈവശാസ്ത്രപരമായ സജീവമായ സസ്യ സംയുക്തമാണ് കാപ്സൈസിൻ. അവയുടെ സവിശേഷവും മൂർച്ചയുള്ളതുമായ രുചിക്കും അവയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾക്കും അത് കാരണമാകുന്നു. ചരോളി, ചിറോഞ്ചി എന്നും അറിയപ്പെടുന്ന ചരോളി ഇന്ത്യ സ്വദേശിയായ ബുക്കാനിയ ലാൻസാൻ മരത്തിൻ്റെ വിത്താണ്. ഈ വിത്തുകൾ ചെറുതും ബദാം രുചിയുള്ളതുമാണ്. ഇവ പലപ്പോഴും ഇന്ത്യൻ പാചക രീതികളിലും പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളിലും ഉപയോഗിക്കുന്നു. സ്ക്രബുകളായി ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് നിങ്ങളുടെ ചർമ്മത്തിലെ അഴുക്കും മൃതകോശങ്ങളും നീക്കം ചെയ്യാനും പുറംതള്ളാനും കഴിയും. ഈ പ്രകൃതിദത്ത സ്ക്രബുകൾ ചർമ്മത്തെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുകയും മുഖക്കുരു എന്നിവ തടയുകയും ചെയ്യുന്നു. പുരാതന നാടോടി വൈദ്യത്തിൽ എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് പോലുള്ള വിവിധ ചർമ്മരോഗങ്ങൾക്ക് തൈലങ്ങൾക്ക് നിർമ്മിക്കാൻ ചിറോഞ്ചി കുരുക്കൾ ഉപയോഗിക്കുന്നു. ചീവ്സ്, അലിയം ഷോണപ്രാസം എന്ന ശാസ്ത്രീയ നാമമുള്ള ചെറു ചുവപ്പ് അമറിലിഡേസി കുടുംബത്തിലെ ഒരു പൂച്ചെടിയാണിത്. ചെറുചുവപ്പ് അവയുടെ കായ്കൾക്കും ഇലകൾക്കും വളർത്തുന്നു. ഇത് പാചക ആവശ്യങ്ങൾക്കായി ഒരു സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുന്നു. കൂടാതെ മറ്റ് അല്ലിയം ഇനങ്ങൾ അപേക്ഷിച്ച് അല്പം നേരിയ ഉള്ളി പോലുള്ള രുചി നൽകുന്നു. ഭക്ഷ്യയോഗ്യമായ പൂക്കൾ സലാഡുകളിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പുഷ്പ വിനാഗിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കായ്കളും തുറക്കാത്ത പക്വതയില്ലാത്ത പൂമൊട്ടുകളും കഷ്ണങ്ങളാക്കി ഓംലെറ്റുകളിൽ, മത്സ്യം, ഉരുളക്കിഴങ്ങ്, സൂപ്പുകൾ, മറ്റ് നിരവധി വിഭവങ്ങൾ എന്നിവയ്ക്കുള്ള ചേരുവയായി ഉപയോഗിക്കുന്നു. സിസിലി,
അപ്പിയോസി മൈർഹിസ് ജനുസിലെ 2 അംഗീകൃത ഇനങ്ങളിൽ ഒന്നാണിത്. സിസിലി പ്രധാനമായും മത്സ്യപാചകക്കുറിപ്പുകളിൽ ഉപയോഗിക്കുന്നു. പുതിയ ഇലകൾ സലാഡുകളിലും അരിഞ്ഞ ഇലകൾ റബ്ബർ ബാർബ്, നെല്ലിക്ക, മറ്റ് പഴങ്ങൾ എന്നിവയ്ക്കൊപ്പം വിഭവങ്ങളിലും ഉപയോഗിക്കുന്നു. സിസിലി ഇലകൾ ഫ്രൂട്ട് സലാഡുകളിലും പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. വേരുകൾ പച്ചക്കറിയായി കഴിക്കാം. കൂടാതെ ക്യാൻഡി ചെയ്യാനും നമുക്കിത് കഴിയും. കറുവപ്പട്ട വിവിധതരം മരങ്ങളുടെ ഉണങ്ങിയ പുറംതൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. യഥാർത്ഥ കറുവപ്പട്ട എന്നറിയപ്പെടുന്ന സിലോൺ കറുവപ്പട്ട, സിന്നമോമം വെറം പ്രധാനമായും ശ്രീലങ്കയിലാണ് വളരുന്നത്. കറുവപ്പട്ടയിലെ പോളിഫെനോളുകൾ മലിനീകരണത്തിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. ഇത് നിങ്ങളുടെ ചർമ്മത്തെ വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ പലപ്പോഴും പൊട്ടലുകൾ ഉണ്ടാകുന്നത് തടയുന്നു. പ്രത്യേകിച്ച് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷന് സാധ്യതയുള്ള ഇന്ത്യൻ ചർമ്മ ടോണുകൾക്ക് ഇത് പ്രധാനമാണ്. ക്ലാരി അഥവാ ക്ലാരിസേജ് എന്നറിയപ്പെടുന്ന സാൽവിയ സ്ക്ലേരിയ സാൽവിയ ജനുസിലെ ഒരു ദ്വിവത്സര സസ്യമാണ്. വടക്കൻ മെഡിറ്ററേനിയൻ തടത്തിലും വടക്കേ ആഫ്രിക്കയിലെയും മധ്യേഷ്യയിലെയും ചില പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഇതിൻ്റെ ജന്മദേശം. ഈ സസ്യം വളരെ കാലമായി ഒരു ഔഷധ സസ്യമായി കൃഷി ചെയ്തു വരുന്നു. നിലവിൽ അതിൻ്റെ ആവശ്യ എണ്ണയ്ക്കായി വളർത്തുന്നു. വയറുവേദന, മറ്റ് ദഹന വൈകല്യങ്ങൾ, വൃക്കരോഗങ്ങൾ, ആർത്തവവേദന, ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങൾ, ഉത്കണ്ഠ, സമ്മർദ്ദം, മറ്റ് പല അവസ്ഥകൾ എന്നിവയ്ക്കും ക്ലാരിസേജ് ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ഉപയോഗങ്ങളെ പിന്തുണയ്ക്കുന്നതിന് നല്ല ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. ക്ലാരിസേജിൽ കാണപ്പെടുന്ന എണ്ണ പിടിച്ചെടുക്കൽ പ്രവർത്തനം കുറയ്ക്കാൻ സഹായിച്ചേക്കും. ഗ്രാമ്പു മൈറട്ടേസി കുടുംബത്തിലെ സിസിജിയം അരോമാറ്റിക്കം എന്ന വൃക്ഷത്തിലെ സുഗന്ധമുള്ള പൂമുട്ടുകളാണ് ഗ്രാമ്പു. ഇന്തോനേഷ്യയിലെ മാലുക്കു ദ്വീപുകളിലോ മൊളുക്കാസിലോ ആണ് ഇവയുടെ ജന്മദേശം. ടൂത്ത് പേസ്റ്റ്, സോപ്പുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യമായോ സുഗന്ധവ്യഞ്ജനമായോ ഇവ സാധാരണയായി ഉപയോഗിക്കുന്നു. ഇതിൽ ഉണങ്ങിയ പൂമുട്ടുകൾ ഒരു ജനപ്രിയ സുഗന്ധവ്യഞ്ജനമാണ്. കൂടാതെ ചൈനീസ് ആയുർവേദ വൈദ്യത്തിലും ഇത് ഉപയോഗിക്കുന്നു. ഗ്രാമ്പു എണ്ണകൾ, ഉണങ്ങിയ പൂമുട്ടുകൾ, ഇലകൾ, തണ്ടുകൾ എന്നിവ മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഗ്രാമ്പു എണ്ണയിൽ യൂജനോൾ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് വേദന കുറയ്ക്കാനും അണുബാധകൾക്കെതിരെ പോരാടാനും സഹായിക്കുന്നു. ഗ്രാമ്പു സിഗരറ്റുകളിലെ ഒരു ജനപ്രിയ ചേരുവ കൂടിയാണ്.